11/12/2024 ബുധനാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ നമുക്ക് നോക്കാം. ഈ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ മെസ്സേജ് ചെയ്യുക. എന്തൊക്കെ അറിയേണ്ടതെന്ന് ഡേറ്റിൽ മെസ്സേജ് ചെയ്യുക. അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. 11/12/2024 ബുധനാഴ്ച മകരം കുംഭം രാശിക്കാർക്ക് അനുകൂലവും, മേഢം മിഥുനം കന്നി വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും, ഇടവം തുലാം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കൂറിലും ഏതൊക്കെ നാളുകളാണ് അടങ്ങിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് നോക്കി വിശദമായിട്ട് നമുക്ക് ഓരോ ഫലങ്ങളും നോക്കാം. മേടം രാശിക്കാരുടെ ഫലം 11/12/2024 ബുധനാഴ്ചത്തെ ഫലമാണ് കേട്ടോ. മേടം രാശി എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇപ്പം മേടം രാശിക്കാർക്ക് മധ്യമാവസ്ഥയാണ്. ഗുണവും ദോഷവും ഒക്കെ സമ്മിശ്രമായി അനുഭവപ്പെടും ഈ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവർക്ക്. ധനലാഭവും അതേപോലെ കുടുംബത്തിലൊരു സമാധാനവും രോഗശാന്തിയും ധൈര്യവും ഒക്കെ ഉണ്ടാകും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിലും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വരും. സാമ്പത്തികമായ നഷ്ടവും അതുപോലെ ഭരണാധികാരികളിൽ നിന്ന് ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ കലഹങ്ങൾ, അപമാനം, തൊഴിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് പൊതുവെ ശുഭാശുഭമായ സമ്മിശ്ര ഫലത്തിലൂടെ ആയിരിക്കും ഇന്ന് മേടം കൂറുകാർക്ക് ഉണ്ടാകുക. ഇനി നമ്മൾ ഇടവക്കൂറുകാരുടെ ഫലമാണ്. കാർത്തിക ആദ്യ മുക്കാൽ ഭാഗം, രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവുമാണ് ഇടവക്കൂറിൽ ജനിച്ചത് എന്ന് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമാണ്. ഇടവക്കൂറ് ദോഷകരമാണ്. വളരെ ചെറിയ ഗുണം മാത്രമേ ഇടവക്കൂറിലുണ്ടാവൂ. സ്വജന കലഹവും മനോദുഃഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ശത്രുഭയവും എല്ലാവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും പൊതുവെ അലസതയും ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും. ഇനി മിഥുനക്കൂറുകാരുടെ മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മധ്യമാവസ്ഥയാണ്. ശുഭാശുഭ സമ്മിശ്രമായിരിക്കും. സ്ഥാനഗുണവും ആരോഗ്യവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകും. എന്നാൽ സർക്കാർ കാര്യങ്ങൾ അത്ര അനുകൂലമായി നടക്കില്ല. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യരംഗത്ത് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ പ്രയാസങ്ങളുണ്ടാക്കും. ധനനഷ്ടവും അനുകൂലമല്ലാത്ത യാത്രകളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് അനുകൂലമല്ലാത്ത ചില പ്രതിസന്ധികളൊക്കെ യാത്രാ കാലഘട്ടത്തിലുണ്ടാകും. മനസ്വസ്ഥത കുറവും അനുഭവപ്പെടും. ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കർക്കിടകം നക്ഷത്രത്തിൽ ജനിച്ചതെന്ന് പറയുന്നത്. കർക്കിടക നക്ഷത്രക്കാർക്ക് കഠിനമായ ദുഃഖം ചന്ദ്രാധിഷ്ഠ രാശിപ്രകാരം ഉണ്ടാകുന്ന സമയമാണ്. കർമ്മ തടസ്സം, രോഗം, കലഹം, അധിക ചെലവ്, ഭാര്യയുമായിട്ടും പുത്രന്മാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, മനസ്വസ്ഥത കുറവും അപമാനവും മറ്റുള്ളവരിൽ നിന്ന് അപമാനിക്കപ്പെടുന്നതുമായുള്ള അവസ്ഥകളെല്ലാം കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കാതിരിക്കാനായിട്ട് കർക്കിടകക്കൂറുകാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിങ്ങം രാശിക്കും ഒട്ടും അനുകൂലമല്ല. കഠിനമായ ദോഷം തന്നെയാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അത് ജനിച്ചവരാണ് ചിങ്ങക്കൂറിൽ ജനിച്ചത്.
അവർക്കും രോഗവും ധനനഷ്ടവും കുടുംബത്തിൽ സ്വസ്ഥയില്ലായ്മയും മാതപിതസ്ഥാനീയരായിട്ടുള്ള കലഹവും അപകീർത്തിയും അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലംഗത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അവർ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്യക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്യക്കൂർ എന്ന് പറയുന്നത്. കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രാവസ്ഥയാണ്. സ്ഥാനഗുണവും ശത്രുജയവും ആരോഗ്യവും നല്ല സുഹൃത്തുക്കൾ മക്കൾ ഗുണവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അപകീർത്തിയും തൊഴിൽരംഗത്ത് ചില പ്രയാസങ്ങളും മറ്റുള്ളവരുമായുള്ള കലഹങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകളൊക്കെ വളരെയധികം നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്യക്കൂറുകാർ. ഇനി തുലാക്കൂർ ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാക്കൂറുകാർക്കും അത്ര അനുകൂലമൊന്നുമല്ല. ദ്രവ്യനാശവും മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത സമീപനങ്ങളും ആരോഗ്യകരമായ പ്രശ്നങ്ങളും പുത്രസ്ഥാനീയരിൽ നിന്നുള്ള കലഹവും മനോദുഃഖവും ഒക്കെ ഉണ്ടാകും. തൊഴിൽരംഗത്ത് നഷ്ടവും തടസ്സവും ഉണ്ടാകും. ഒരു ദൈവാധീനക്കുറവ് പൊതുവെ ഉണ്ടാകും. അതുകൊണ്ട് തുലാക്കൂറുകാരും ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരാണ് വൃശ്ചികക്കൂറിൽ ജനിച്ചത്. അവർക്ക് ഒരു മധ്യമസ്ഥിതിയാണ്, ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യപരമായ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതേപോലെ ധനപരമായ നേട്ടങ്ങൾ അല്പം മാത്രമായിട്ടുണ്ടാകും. വളർത്തുമൃഗങ്ങളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടാകും, നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, മനോദുഃഖവും ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാകും. മക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ തൊഴിൽരംഗത്ത് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ നേട്ടങ്ങളും തൊഴിൽരംഗത്തുണ്ടാകും. അങ്ങനെ സമ്മിശ്രാവസ്ഥയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകുക. ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ധനുരാശി ജനിച്ചത്. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല. കഠിനമായ ദോഷമുള്ള സമയമാണ്. ദൈവാധീനക്കുറവുള്ളതാണ്. കലഹവും ആരോഗ്യ പ്രശ്നങ്ങൾ, വാക്കുകൾ മൂലമുള്ള പ്രശ്നങ്ങളും ധനനഷ്ടവും അപകടവും അപമാനവും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളുമൊക്കെ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മകരം രാശിക്കാർക്ക് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും മേൽനോട്ടവും കർമ്മഗുണവും ധനവരവും കാര്യവിജയവും ദേഹസുഖവും രോഗശമനങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയൊരു മനസ്വസ്ഥതക്കുറവും അതോടൊപ്പം ഉണ്ടാവും. എങ്കിലും പൊതുവെ മകരക്കൂറുകാർക്ക് അനുകൂലമാണ്. ഇനി കുംഭക്കൂറുകാർക്ക് അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവരാണ് കുംഭക്കൂറിൽ ജനിച്ചതെന്ന് പറയാം. ഈ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ സമയമായിരിക്കും. അവർക്കും അനുകൂലമാണ്. ധൈര്യവും ദേഹസുഖവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകും. അതേപോലെ കർമ്മഗുണമുണ്ടാകും, ധനവരമുണ്ടാകും. എന്നാൽ അതോടൊപ്പം ചെറിയ നഷ്ടവും ഉണ്ടാകും. കാര്യവിജയവും ദേഹസുഖവും ഒക്കെ ഉണ്ടാകും. എന്നാൽ കുടുംബജീവിതത്തിൽ ഒരൽപ്പം മനസ്വസ്ഥതക്കുറവും അനുഭവപ്പെടും. എങ്കിലും പൊതുവെ കുംഭം രാശിക്കും അനുകൂലം തന്നെ ആണ്. ഇനി മീനം രാശിക്കാർക്ക് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഇതാണ് മീനക്കൂറിൽ ജനിച്ചതെന്ന് പറയാം. ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല. കഠിനമായ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മനോദുഃഖം, കടം, ധനനഷ്ടം, കലഹം, മക്കളുമായും ഭർത്തൃസ്ഥാനീയരുമായിട്ടുള്ള കലഹം, വാഹനനഷ്ടം, അപവാദം, കുടുംബസ്വസ്ഥതക്കുറവ്, പൊതുവെ ഒരു ഈശ്വരാധീനക്കുറവ് മീനം രാശിക്കാർക്ക് പൊതുവെ ഉള്ള സമയമാണ്. അതുകൊണ്ട് അവർ വാക്കുകളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക.
വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുക. ഒരു മയമായിട്ട് എല്ലാവരും സംസാരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. വാക്കുകൾ വളരെ പ്രധാനമായിട്ടും മീനം രാശിക്കാർ ശ്രദ്ധിക്കുക. ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്, ആരുടെയും ജാതകഫലമല്ല. അപ്പോൾ ഈ ചന്ദ്രാധിഷ്ഠിത രാശിഫലം ഈശ്വര പ്രാർത്ഥനയും നാമജപവും ഒക്കെ നടത്തിയാൽ ഒരു പരിധിവരെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ദോഷങ്ങൾ. അതുകൊണ്ടാണ് ഈ കൂറ് ഫലങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായി വന്നത്. അതുകൊണ്ട് എല്ലാവരും നാമജപമൊക്കെ നടത്തി ഈ ദോഷങ്ങളെ പരിഹരിക്കുക. ക്ഷേത്ര ദർശനമൊക്കെ എഴുതി ദോഷങ്ങളെ പരിഹരിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.